അപ്പോൾ നമ്മൾ ഇന്ന് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂവിങ് ചാർജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ളതിൽ ബയോട്ട് സവേർട്ട്സ് ലോയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ അപ്ലിക്കേഷൻസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ക്വിക്കായിട്ട് എന്താണ് ബയോട്ട് സവേർട്ട്സ് ലോ, അതിൻ്റെ ഇക്വേഷൻ ഏതൊക്കെയാണ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങ് പോയാലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാ നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചോളൂ. ബയോട്ട് സവേർട്ട്സ് ലോ ആക്ച്വലി എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ബയോട്ട് സവേർട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു വളരെ ചെറിയ ഒരു കറണ്ട് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ചെറിയൊരു കറണ്ട് എലമെന്റ് കണ്ടോ നിങ്ങളിതാ, DL എന്ന ലെങ്ത് ഉള്ള ഒരു കറണ്ട് എലമെന്റ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു തീറ്റ ആംഗിളിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ഇക്വേഷൻ ആണ് ബയോട്ട് സവേർട്ട്സ് ലോ. So what is the equation? dB equal to mu 0 by 4 pi into IDL sin theta divided by R square. ഇതാണ് ഒരു കറണ്ട് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് IDL. ഈ IDLനെയാണ് നമ്മൾ കറണ്ട് എലമെന്റ് എന്ന് വിളിച്ചത്. ഈ IDLനെയാണ് നമ്മൾ കറണ്ട് എലമെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കറണ്ട് എലമെന്റ് ഈസ് ടേക്കൺ ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ദ source of magnetic field is a vector quantity, whereas the source of electric field is a charge. Okay, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചത്. ഇനി since it has a direction, ഇതിലൊരു ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് we can write this in vector form. So this can be written as mu 0 divided by 4 pi into this together can be written as IDL cross vector R divided by R cube. സോ ഇത് എങ്ങനെ കിട്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, റെഡി? യെസ്, ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയണേ എല്ലാവരും. റെഡി? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ dB equal to mu 0 by 4 pi IDL sin theta by R square മാഗ്നിറ്റ്യൂഡ് കാണാൻ, ഇത് അതിൻ്റെ വെക്റ്റർ ഫോം. സോ ഇവിടെ നിന്നും ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, ഇത് കണ്ടോ, the direction of this magnetic field is decided by the direction of this one. IDL cross R ന്റെ ഡയറക്ഷൻ എന്താണോ അതാണ് DBയുടെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ how to determine the direction of a vector product? ഇതാ നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയേ. IDL ഞാൻ പറഞ്ഞു IDL വെക്റ്റർ ആണ്. എങ്ങനെയാണ് IDL കറണ്ട് എലമെന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക? ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നത് അതാണ് IDLന്റെ ഡയറക്ഷൻ. സോ കറണ്ട് ഇങ്ങോട്ടേക്കല്ലേ ഫ്ലോ ചെയ്ത് പോകുന്നത്, നോക്കിക്കേതാ കറണ്ട് ഇങ്ങോട്ടേക്കാ. അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് പോകുന്ന സമയത്ത് IDLന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, R ഇങ്ങോട്ടാണ്. കണ്ടോ, IDLും R. ഓക്കെ, അപ്പൊ IDL R. ഈ IDLും ആറുമുള്ള പ്ലെയിൻ അല്ലേ ഈ കാണുന്ന വൈറ്റ് പ്ലെയിൻ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പം IDL നോക്കിക്കേ, IDL ക്രോസ് R, IDL ക്രോസ് R. അപ്പം ഞാൻ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് IDL ക്രോസ് R. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ ബോർഡ്. സോ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ ബോർഡ്. ഓക്കെ, ഇൻ ടു ദ ബോർഡ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഡയറക്ഷൻ ഒക്കെ. ഇത് ഇൻ ടു ദ പ്ലെയിൻ, ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇങ്ങനെയാണ് ഡയറക്ഷൻ കാണിക്കുക. ഓക്കെ, ദെൻ നോക്കിക്കോളൂ അടുത്തത്. ഇതാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് അല്ല ഒരു കണ്ടക്ടർ ഉണ്ട്. ദിസ് ക്യാരീസ് എ കറണ്ട്. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഡയറക്ഷൻ എത്രയാ നോക്കണം. ഞാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങ് ഹോൾഡ് ചെയ്താൽ മതി. കണ്ടോ, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേൾഡ് ഫിംഗേഴ്സ് ആണ് ഡയറക്ഷൻ തരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ടു ആണ്. കണ്ടോ, ടാൻജന്റ് ആണ് വരയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ പുറത്തേക്കാണ് വരിക, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, അപ്പുറത്താണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് വരിക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും. ഓക്കെ, റെഡി? ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കിക്കോളൂ. ഇതാ എന്താ അടുത്ത പറയുന്നത്? എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ്? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി? എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക? ബിയുടെ യൂണിറ്റ് ആണ് നിങ്ങൾക്ക്. ബി ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. SI യൂണിറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക ആരെയാണ്? ടെസ്ല. ഓർക്കുന്നുണ്ടല്ലോ,
SI യൂണിറ്റ് ആയിട്ട് നമ്മൾ ആരെ എടുക്കുക? ടെസ്ലയാണ്. ഇനി CGS യൂണിറ്റ് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. CGS ആയിട്ട് നമ്മൾ ആരെ എടുക്കുക? ഗോസ്. ഓക്കെ, ടെസ്ലേനെ തന്നെയാണ് നമ്മൾ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു B ഇൻറ്റു A അല്ലേ. സോ B ഇസ് ഈക്വൽ ടു 5/A എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് 5 വെബർ ആണ് A ഏരിയ. സോ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ടെസ്ല. ആൻഡ് 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ ടെസ്ലയാണ്. സോ ദീസ് ആർ ദി റിലേഷൻസ് യൂണിറ്റിന്റെ. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് പറയാൻ പോകുന്നത്. സപ്പോസ് യു ഹാവ് എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഈ കണ്ടക്ടറിൽ നിന്നും ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്താൽ, സപ്പോസ് ഇത് ഇങ്ങനെയാണെങ്കിൽ r ഡിസ്റ്റൻസിലാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ് എങ്കിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബയോട്ട് സാവേർട്ട്സ് ലോ യൂസ് ചെയ്യാം. അതേസമയം നിങ്ങളോട് പറയാണ് there is a point P here. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സോ ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് P ഡ്യൂ ടു ദിസ് കറണ്ട് എലമെന്റ്? ഈ ഒരു കറണ്ട് എലമെന്റ് പറഞ്ഞേ, ഈ ഒരു കറണ്ട് എലമെന്റ് പെട്ടെന്ന് പറഞ്ഞേ. ഈ ഒരു കറണ്ട് എലമെന്റിൽ എത്രയാ ഉണ്ടാവുക? പറ. ഇതാ ഇതൊരു കറണ്ട് എലമെന്റ് ആണ്. ഇതൊരു കറണ്ട് എലമെന്റ്. ഈ കണ്ടക്ടറിലൂടെ നിങ്ങൾ നോക്കിക്കേതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് ലൈങ് അലോങ് ദി ആക്സിസ് ഓഫ് ദ കണ്ടക്ടർ അല്ലേ. സോ അലോങ് ദി ആക്സിസ് ഓഫ് ദ കണ്ടക്ടർ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് 0, എസ്പെഷ്യലി ഒരു സ്ട്രേറ്റ്. കണ്ടോ, അലോങ് ദി ആക്സിസ് ഓഫ് എ കറണ്ട് എലമെന്റ്. അപ്പൊ കറണ്ട് എലമെന്റിന്റെ ആക്സിസിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എത്രയായിട്ടാണ് നമ്മൾ എടുക്കുക? 0 ആണ്. അതിന് കാരണം നിങ്ങൾക്കറിയാം ഈ ആംഗിൾ 0 ആയി പോവും. അപ്പൊ സൈൻ 0 ആവും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഫൈനൈറ്റ് ലെങ്ത് ഓഫ് കണ്ടക്ടർ ഉണ്ട്. ഫൈനൈറ്റ് ലെങ്ത് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് ലെങ്ത്. ആ ഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാണ്. എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു? I കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. B is equal to μ0I/4πr into sin phi1 plus sin phi2. ഏതൊക്കെയാ ഇക്വേഷൻ? μ0I/4πr into sin phi1 plus sin phi2 ആണ് ഒരു ഫൈനൈറ്റ് ലെങ്തിലുള്ള കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ മക്കളെ നിർബന്ധമായിട്ടും എന്താക്കണം? അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. B equal to μ0I/4πr into sin phi1 plus sin phi2. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സപ്പോസ് യു ഹാവ് എ കണ്ടക്ടർ ആൻഡ് ദിസ് കണ്ടക്ടർ ഹാസ് ഇൻഫിനൈറ്റ് ലോങ്. ദിസ് കണ്ടക്ടർ ഇൻഫിനൈറ്റ് ലോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഒരു എൻഡ് നമുക്ക് അറിയാം. ഈ എൻഡിൽ നിന്നും r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് വിചാരിക്കാം. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനെയാണ് നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ വിളിക്കാം, സെമി ഇൻഫിനൈറ്റ് ലെങ്ത് എന്ന് വിളിക്കാം. സെമി ഇൻഫിനൈറ്റ്. അപ്പോൾ ഒരു സെമി ഇൻഫിനൈറ്റ് ലോങ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ് നിങ്ങൾ പറയുക? B equal to μ0I/4πr into sin phi1 plus sin phi2 വേണ്ടേ? ഇതാ നോക്കിക്കോളൂ. ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രണ്ട് എൻഡിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ആംഗിൾ അല്ലേ, ഇവിടുത്തെ ആംഗിൾ 0 ആയിപ്പോയി. ഇനി ഇൻഫിനൈറ്റ് ലോങ് അല്ലേ, അങ്ങ് ലോങ് അല്ലേ, അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ ആംഗിൾ എടുക്കുമ്പോൾ ഈ ആംഗിൾ 90 ആയിരിക്കും. പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, സൈൻ 5 എന്ന് പറയുന്നത് 0യും മറ്റേ ആംഗിൾ സൈൻ 90യും ആവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ വരിക μ0I/4πr ആണ് ഇക്വേഷൻ വരിക. എപ്പോഴാണ് μ0I/4πr ഉപയോഗിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് നീറ്റ് എക്സാമിന് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഈ ഐഡിയ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. μ0I/4
4πr നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഒരു സെമി ഇൻഫിനൈറ്റ് ലോങ് കണ്ടക്ടർ ആണെങ്കിൽ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ. സെമി ഇൻഫിനൈറ്റ് ലോങ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇൻഫിനൈറ്റ് ലോങ്ങിന്റെ ഒരെൻഡിൽ നിന്നുമുള്ളത്, മറ്റേ എൻഡ് അങ്ങ് ഇൻഫിനിറ്റി വരെ പോയിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു കേസ് വരികയാണ്, മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടിങ് എ തിൻ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഓഫ് ഇൻഫിനൈറ്റ് ലെങ്ത്. ഇനി എന്താണ്? നമ്മുടെ കണ്ടക്ടർ ഇങ്ങനെയാണുള്ളത്, ഇതാ ഇൻഫിനൈറ്റ് ലോങ് ആണ്. ഇൻഫിനൈറ്റ് ലോങ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് ഐ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇൻഫിനൈറ്റ് ലോങ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് എടുക്കുക? r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും അങ്ങ് ഇൻഫിനിറ്റി വരെ പോവും, ഈ പോയിന്റ് അങ്ങ് ഇൻഫിനിറ്റി വരെ പോവും. അതായത് ഈ പോയിന്റും അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, ഈ പോയിന്റും അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ φ1ന്റെയും φ2ന്റെയും വാല്യൂ എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞ്. φ1ന്റെയും φ2ന്റെയും വാല്യൂ എത്ര ഉണ്ടാവും? ഒന്ന് പെട്ടെന്ന് പറ. എത്ര ഉണ്ടാവും φ1ന്റെയും φ2ന്റെയും വാല്യൂ? ഇതാ ഇതങ്ങ് ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടുന്ന് ആംഗിൾ എടുക്കുമ്പോൾ ഇത്രയുണ്ട്, കുറച്ചും കൂടെ ദൂരത്തു നിന്ന് ആംഗിൾ എടുക്കുമ്പോൾ ഇങ്ങനെയായി, വീണ്ടും കുറച്ചും കൂടെ ദൂരത്ത് നിന്ന് എടുക്കുമ്പോൾ ആംഗിൾ ഇങ്ങനെ കൂടിക്കൂടി വരിക. അപ്പൊ ഇതൊരു ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ ഈ ആംഗിൾ 90 ആയി, അപ്പുറത്ത് 90 ആയി. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കോളൂ. μ0I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു സൈൻ φ1ന്റെ സ്ഥാനത്ത് 90 പ്ലസ് സൈൻ φ2ന്റെ സ്ഥാനത്ത് 90. സോ സൈൻ 90 പ്ലസ് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2 ആവും. ആ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ആയിട്ട് μ0I ഡിവൈഡഡ് ബൈ 2πr ഈസ് ദ ഇക്വേഷൻ. സോ നമുക്ക് ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ? ഇൻഫിനൈറ്റ് ലോങ് ആണെങ്കിൽ ദാ ഞാനിവിടെ എഴുതാൻ പോവാണ്. നമുക്ക് ഇതാ ഇൻഫിനൈറ്റ് ലോങ് ആണെങ്കിൽ ഇത്, സെമി ഇൻഫിനൈറ്റ് ലോങ് ആണെങ്കിൽ μ0I ബൈ 4πr. ഓക്കെ, എപ്പോഴും ആവശ്യമുള്ള രണ്ട് ഇക്വേഷനുകളാണ്, ഒന്ന് ഇതും ഒന്ന് ഇതും. ഒന്ന് μ0I ബൈ 2πr, മറ്റൊന്ന് μ0I ബൈ 4πr. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി? അപ്പം μ0I ബൈ 2πr പഠിച്ചു വെക്കണം, μ0I ബൈ 4πr. എവിടെയാണ് 4πr ഉപയോഗിക്കുക? സെമി ഇൻഫിനൈറ്റ്. ഇൻഫിനൈറ്റ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യണം. റെഡി? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, മറ്റൊരു കൺസെപ്റ്റ് പറയാം ഞാൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടിങ് എ സോളിഡ് സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. സോളിഡ് സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ആക്ച്വലി ഈ സോളിഡ് സ്ട്രേറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ വയറാണ്. പ്രാക്ടിക്കൽ വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നു നമ്മൾ. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അതൊരു സോളിഡ് വയറാണ്. കാരണം അതിൻ്റെ അകത്ത് കോപ്പറൊക്കെ ഉണ്ടാവും. കോപ്പർ വയർ ഇങ്ങനെ ചുരുട്ടി അല്ലേ, ഇങ്ങനെ വെച്ചതായിരിക്കില്ലേ ഒരു വയറിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ വയർ, ഒരു പ്രാക്ടിക്കൽ വയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കേണ്ട കണ്ടീഷൻ ഏതാ? സോളിഡ് സ്ട്രേറ്റ് ആണ്. അപ്പോൾ സോളിഡ് സ്ട്രേറ്റ് വയർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോളോ വയർ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ രണ്ട് കണ്ടീഷൻസ് മക്കളെ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. സപ്പോസ് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു വയർ തന്നു. സോ ദിസ് വയർ ഹാസ് എ റേഡിയസ്. ഈ വയറിന് ഒരു റേഡിയസ് ഉണ്ട്, ക്യാപിറ്റൽ ആണ്. ദിസ് ഈസ് എ ഹോളോ കണ്ടക്ടിങ് വയർ. ദിസ് ഈസ് എ ഹോളോ കണ്ടക്ടിങ് വയർ. ഇത് എന്ത് ടൈപ്പ് വയറാണ്? ഹോളോ കണ്ടക്ടിങ് ആയിട്ടുള്ള വയറാണ്. ഹോളോ കണ്ടക്ടിങ് വയർ. അതേസമയം ഇപ്പുറത്ത് നിങ്ങൾക്ക് മറ്റൊന്ന് തന്നു. ദർ ഈസ് എൻ അനദർ വയർ. ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ വയർ. പ്രാക്ടിക്കൽ വയറാണ്. സോ പ്രാക്ടിക്കൽ വയർ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് സോളിഡ് കണ്ടക്ടിങ് വയർ. ഓക്കെ, സോളിഡ് കണ്ടക്ടിങ് വയർ. കാരണം ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, 3 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കൺസെപ്റ്റാണ് ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് പഠിച്ചോളണം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒരു ഹോളോ കണ്ടക്ടിങ് വയർ. ഈ ഹോളോ കണ്ടക്ടിങ് വയർ ഇൻഫിനൈറ്റ് ലോങ് ആണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ ചെറുതേ വരച്ചിട്ടുള്ളൂ. ആക്ച്വലി ദിസ് ഈസ് ഇൻഫിനൈറ്റ് ലോങ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഫിനൈറ്റ് ലോങ് വയർ. ഇതിന്റെ ആക്സിസ് ആണ് ഇതെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ദി ആക്സിസ്. ഒന്നുമില്ല, എ ലൈൻ പാസിംഗ് ത്രൂ ഇറ്റ്. ഈ ആക്സിസിൽ നിന്നും ഞാൻ ഒരു പോയിന്റ് എടുത്തു പി, അതാണ് ആർ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണ്.
സോ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടറിലൂടെ, ഒരു ഹോളോ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിച്ചാൽ, ഒരു ഹോളോ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കറണ്ട് സർഫസിലൂടെ മാത്രമല്ലേ ഫ്ലോ ചെയ്യുള്ളൂ. ഇൻസൈഡ് ദ കണ്ടക്ടർ കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് B = μ0 I ഡിവൈഡഡ് ബൈ 2π സ്മോൾ r. അതേസമയം R = RI ഏത് വന്നു? R = R ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു, ഈ പോയിന്റ് ഇവിടെയായി, ഈ പോയിന്റ് ഇവിടെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് μ0 I ഡിവൈഡഡ് ബൈ 2π R. അങ്ങനെയെങ്കിൽ ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ്, R less than R. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് R less than R? പറഞ്ഞോളൂ, R less than R ന്റെ മീനിങ് ഒന്ന് പറ, വേഗം പറ. R less than R ന്റെ മീനിങ് വേഗം പറ, അറിയുന്ന ആരാളുള്ളത്? R less than R ന്റെ മീനിങ് എന്താ? പോയിന്റ് ലൈസ് ഇൻസൈഡ്. ഈ ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ, ഈ ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ, ഇതിന്റെ നേരെ ഉള്ളിൽ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ശരിക്കും ആംബിയർ സർക്യൂട്ട് ലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ്ലി എന്തായിക്കോളും? 0 ആയിക്കോളും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി. ഓക്കെ, അതേസമയം നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇതിന്റെ റേഡിയസ്, ഓക്കെ, ഇതിന്റെ റേഡിയസ് R. ഇവിടെ ഞാനൊരു ആക്സിസ് എടുത്തു, ഓക്കെ, ഇവിടെ കറണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇൻഫിനൈറ്റ് ലോങ് ആണ്. ഈ കറണ്ട് അതിന്റെ കംപ്ലീറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യും. എന്നുവെച്ചാൽ ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ കറണ്ട് ഉണ്ട്. സോ ഇവിടെയാണ് മാക്സിമം കറണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്തോറും കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഇക്വേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. R എങ്കിൽ R ഗ്രേറ്റർ ദാൻ R എടുത്താൽ സംശയമൊന്നും വേണ്ട, μ0 I ഡിവൈഡഡ് ബൈ 4π സ്മോൾ r തന്നെ. R = R നും നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, എന്തെന്നെ എടുക്കാം? B = μ0 I ഡിവൈഡഡ് ബൈ 4π R. പക്ഷേ R less than R എടുത്താൽ ഒരു പ്രാക്ടിക്കൽ വയർ, ഒരു സോളിഡ് സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും എന്തല്ല? 0 അല്ല. അത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 IR ബൈ 2π R² ആണ് വരിക. പഠിച്ചു വെച്ചോളൂ, ആ ഇക്വേഷൻ ആവശ്യമുണ്ട്. ആൻഡ് ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓക്കെ ഇൻ ദീസ് ടു കേസസ്, ഈ രണ്ട് കേസിലും നോക്കിക്കോളൂ, ഈ രണ്ട് കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും നിങ്ങൾ ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആൻഡ് മാക്സിമം അറ്റ് സർഫസ്. ഇനി നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻസൈഡ് 0, ഇൻസൈഡിൽ ഇവിടെ 0. പക്ഷേ ഇവിടെ ദ റിലേഷൻ ഈസ് B ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. എന്താ ഇതിന്റെ അർത്ഥം? നോക്കിക്കോളൂ, നിങ്ങളോട് ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ, ഇഫ് യു പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് B വിത്ത് R, മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ, ഒരു ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും. എന്തുകൊണ്ടാ ഗ്രാഫ് ഇങ്ങനെയാവുന്നത്? നോക്കിക്കോളൂ, ഇത്രയും സ്ഥലത്ത്, ഉള്ളിലുള്ള ഇത്രയും സ്ഥലത്ത് ബിയുടെ വാല്യൂ 0, ഔട്ട്സൈഡിൽ B ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അങ്ങനെയാണെങ്കിൽ ഒരു സോളിഡ് കണ്ടക്ടറിന്റെ ഗ്രാഫാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞതെങ്കിലോ എങ്ങനെ ഉണ്ടാവും അറിയോ? ഉള്ളില് 0 അല്ല. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. കണ്ടോ? ഇതാണ് R = R. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് സോളിഡ് ആൻഡ് ഹോളോ കണ്ടക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കേസുകളാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാ രണ്ടെണ്ണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഗ്രാഫും എന്തായാലും പഠിച്ചു വെച്ചോളണം. ഓക്കെ, റെഡി? ക്ലിയർ ആണല്ലോ?
റെഡി? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്കൊന്ന് കടക്കാം. നോക്കിക്കോളൂ, ഇതാ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദി മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി due to a small current element dl at a distance r and element carrying current is. ഒന്നുമില്ല, ഇതിന്റെ വെക്റ്റർ ഫോം ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഏത് പറയും? നോക്കിക്കേ, ഓപ്ഷൻ ഏതാ പറയും? ഏതാണ് വെക്റ്റർ ഫോം? ഞാൻ നേരത്തെ പറഞ്ഞു പോയതാ, ഇതാ. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. μ0/4π μ0I/4π ഇൻറ്റു അല്ലേ, μ0/4π I dl cross r/r³ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, ഓപ്ഷൻ 4 കറക്റ്റ്. Then next one, for the magnetic field it to be maximum due to a small element of current carrying conductor at a point, angle between the element and the line joining the element to the given point must be. അതായത് നമ്മുടെ ഇക്വേഷനിൽ സൈൻ കമ്പോണന്റ് ഉണ്ടല്ലോ. ബയോട്ട് സാവേർട്സ് ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനിൽ dB = μ0/4π I dl sin θ/r² ആണല്ലോ. സൈൻ തീറ്റ കമ്പോണന്റ് ഒരു ഇക്വേഷനിൽ വരികയാണെങ്കിൽ മാക്സിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കണം? 90 ആയിരിക്കണം. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ആകുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആവുക. സോ ദ ആൻസർ ഈസ് 90 ഡിഗ്രി. യെസ്, ഓപ്ഷൻ 2. യെസ് കറക്റ്റ്. Then a current flows in a conductor from east to west. Yes, east, west, north, south. ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കാം. So current is flowing from east to west. Yes, east to west. കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ബിലോ ദ കണ്ടക്ടർ ഇവിടെയുള്ള. അപ്പൊ എന്താ ആൻസർ വരിക? പറഞ്ഞേ. ഇതാ, ഇങ്ങനെയാണ് കറണ്ട് കാര്യം കണ്ടക്ടർ ഉള്ളത്. ഈസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് പോകുന്നു. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുക അല്ലെ. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ കറണ്ട് ഇതാ ഇങ്ങോട്ട് പിടിക്കുന്നു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കേൾഡ് ഫിംഗേഴ്സ് ആയി. റെഡി അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. എനിക്ക് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുമ്പോൾ എങ്ങോട്ട് കാണണം? ഈ സൈഡിലേക്ക്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ സൗത്ത്. അപ്പൊ ആൻസർ എങ്ങോട്ടേക്കാ? സൗത്ത്. ആരാ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ ആൻസർ? ആരെങ്കിലും പറഞ്ഞു ആൻസർ? യെസ്. എങ്ങോട്ടേക്കാ? ടുവേർഡ്സ് സൗത്ത്. നോക്കണേ, ഇതാ ഇങ്ങനെയാണ്. ഇതാ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണുള്ളത്. ഇതാ ഇങ്ങനെ പോകുന്നു. കറണ്ട് ഇങ്ങനെ പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങി വരുന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട്. സോ പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ടുവേർഡ്സ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതാ എന്താ പറയുന്നത്? 2 long straight wires are set parallel to each other. Each carries a current I in the same direction and the separation between them is 2r. രണ്ടും കൂടെയുള്ള സെപ്പറേഷൻ 2r. What is the intensity of magnetic field midway between them? നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു കറണ്ട് കാരിയും കണ്ടക്ടർ തന്നിട്ടുണ്ട്, വേറെ ഒരു കറണ്ട് കാരിയും കണ്ടക്ടർ ഇവിടെയുണ്ട്. രണ്ടിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്. ഓക്കെ, ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട്? 2r ഉണ്ട്. അങ്ങനെയെങ്കിൽ എക്സാക്ട് ഇതിന്റെ മിഡ് പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മിഡ് പോയിന്റ്. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഇവിടെ നിന്നും ഇതപ്പോ എത്ര ഡിസ്റ്റൻസിൽ ഉണ്ടാവും? r. ഇവിടെ നിന്നും ഇതെത്ര ഡിസ്റ്റൻസിൽ ഉണ്ടാവും? r. അപ്പൊ ഒന്ന് ആലോചിച്ചേ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്വസ്റ്റ്യൻ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എപ്പം ചോദിച്ചാലും ഫസ്റ്റ് നിങ്ങൾ ഡയറക്ഷൻ നോക്കണം. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ അതെല്ലാം വെക്റ്റർ അഡീഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടണ്ടേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്ക് ആയിരിക്കും? ഓപ്ഷൻ പറഞ്ഞേ. ഓപ്ഷൻ 3 ആണ് പറഞ്ഞത്. യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ 3. കാരണം എന്താ നോക്കിക്കോളേ, ഇതാ ഇത് കണ്ടോ, കറണ്ട് ഇങ്ങോട്ടല്ലേ പോകുന്നത്. ഈ കറണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്ക് ഉണ്ടാവും? ഉള്ളിലോട്ട്. ഇത് കണ്ടോ, കറണ്ട് ഇങ്ങനെ മുകളിലോട്ടാണ്, കറണ്ട് ഇങ്ങോട്ട് മുകളിലോട്ട്. അപ്പൊ ഇങ്ങനെയല്ലേ പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കണ്ടക്ടർ, ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്. ഓക്കെ, അതേസമയം ഇവിടെ പിടിച്ചു നോക്കിയാൽ, ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടും. ഇനി അത് മാത്രമല്ല, ഈ ആൾ ഉണ്ടാക്കുന്ന അതേ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ആൾ ഉണ്ടാക്കുക. കാരണം കറണ്ട് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. B = μ0I/2πr അല്ലേ. സോ ദ ആൻസർ ഈസ് 0. കറക്റ്റ്? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാ, a long straight wire carries a current of 35 ampere.
What is the magnitude of the magnetic field at a point 20 centimeter from the wire? Simple question, direct formula. എങ്ങനെ ചെയ്യും പറഞ്ഞേ? B is equal to mu 0 I by 2 pi r. What is the value of mu 0? 4 pi into 10 raised to minus 7 into I എത്രയാ 35 divided by 2 pi into r എത്രയാ 20 centimeter ആണ്. Yes. അപ്പൊ ഇതാ ഇവിടെ ഇത് ഇങ്ങനെ പോയി 2 പോയി, ഇവിടെ ഇതാ ഇത് 10 ആയി. അപ്പൊ മുകളിൽ 35 ഓൾറെഡി ബാക്കിയുണ്ട്. എല്ലാ ആൻസറും 35-ലും 3.5-ലാണ്. അപ്പൊ പവർ നോക്കണം. സോ ഇൻറ്റു ഇത് രണ്ടും കൂടെ 10⁻⁻1 ആവും. അത് മുകളിലോട്ട് പോവും. അപ്പൊ 10⁻1. അപ്പൊ ടോട്ടൽ 10⁻⁻6 ആവും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഇല്ല. ഉണ്ടോ? mu 0 2 pi r 20 centimeter. അപ്പം ഇവിടെ 10⁻⁻1. അപ്പം 10⁻⁻1. ഇനി ഇതിനെ മാറ്റി എഴുതിയാൽ പോരെ? 35 into 10⁻⁻6 മാറ്റി എഴുതിയാൽ പോരെ? യെസ്. എത്ര ഉണ്ടാവും ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ് പെട്ടെന്ന് പറഞ്ഞോളൂ. 35 into 10⁻⁻6 ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഇവിടെ മാറ്റിയാൽ പോരെ? ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് ഓപ്ഷനിൽ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, 35 ആംപിയർ the field at a point 20 centimeter from the wire. Okay, ready? Yes. Next, a long straight wire in the horizontal plane carries a current of 50 ampere in north south direction. നോക്കണേ, ഡയറക്ഷൻ നോക്കണേ. north south. A long straight wire carries a current of 50 ampere. Okay, north south. Give the magnitude and direction of B at a point 2.5 meter east of the wire. എന്തൊക്കെയാ? നമുക്കൊരു വയർ ഓക്കെ ഇങ്ങനെയാണ് ഉള്ളത്. കാരണം നോർത്ത് ടു സൗത്ത് ഡയറക്ഷനാണ്. അപ്പൊ നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണ്. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത് പറഞ്ഞ്? ലോങ് സ്ട്രെയിറ്റ് വയർ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ കാരീസ് എ കറണ്ട് ഓഫ് 50 നോർത്ത് ടു സൗത്ത്. അപ്പം താഴോട്ട് പോകുന്നുണ്ട്, നോർത്ത് ടു സൗത്ത് പോകുന്നുണ്ട്. ശരിയല്ലേ? നോർത്ത് ടു സൗത്ത്. ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ബി അറ്റ് എ പോയിന്റ് 2.5 മീറ്റർ. ഇവിടെ നിന്നും 2.5 മീറ്റർ ഈസ്റ്റ്. ഈസ്റ്റ് ഇപ്പുറത്താണ്. അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡയറക്ഷൻ ഒന്ന് നോക്കാം നമുക്ക്. കറണ്ട് എങ്ങോട്ടേക്കാ? താഴോട്ട്. അപ്പൊ കറണ്ട് താഴോട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പിടിക്കുക? ഇതാ കറണ്ട് താഴോട്ട് ഇങ്ങനെയല്ലേ പിടിക്കുക. അപ്പൊ മാഗ്നെറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? പുറത്തോട്ട്. അപ്പൊ ശരിക്കും ഇതിനെ ഇങ്ങനെയാ പിടിച്ചിട്ടുണ്ടാവുക. ഇതാ നോർത്ത് സൗത്ത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണുള്ളത്. കണ്ടോ? ഇങ്ങനെയാണേ പിടിക്കേണ്ടത്. ഇത് ബോർഡിൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പം ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ അപ്വേർഡ്. അപ്പം ആൻസർ വരേണ്ടത് അപ്വേർഡാണ്. അപ്പം അപ്വേർഡുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ പ്രകാരം അപ്വേർഡ് ഒന്നേ തന്നിട്ടുള്ളൂ. ആക്ച്വലി ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടെ ഉണ്ടാവാം. ഓക്കെ, എനിവേ നമുക്കിതാ ആൻസർ ആയി. വേണമെങ്കിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. mu 0 I divided by 2 pi r ആണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് തന്നെ ആൻസർ പറഞ്ഞു. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് തന്നെയാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. A wire placed along north-south direction carries a current of 5 ampere from south-north. Find the magnetic field due to a 1 centimeter piece of wire at a point 200 centimeter northeast from the piece. Okay, ചെറുതായിട്ട് ശ്രദ്ധിക്കണം. Wire placed along north-south. Again north-south. Okay. Carries a current of 5 ampere from south to north. അപ്പം കറണ്ട് ഇങ്ങോട്ടേക്ക് 5 ആംപിയർ കറണ്ട്. റെഡി? അപ്പം 5 ആംപിയർ കറണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. 5 ആംപിയർ കറണ്ട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ മാഗ്നെറ്റിക് ഫീൽഡ് ഡ്യൂ ടു 1 സെന്റിമീറ്റർ. യെസ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ 1 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടാക്കുന്ന മാഗ്നെറ്റിക് ഫീൽഡ് മാത്രം കണ്ടാൽ മതി. എൻറ്റയർ ലെങ്ത് ഓഫ് കണ്ടക്ടർ, ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം ആ ഇൻഫിനിറ്റ് ലോങ്ങിലുള്ള ചെറിയൊരു ഭാഗം 1 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ്. അപ്പം ബയോട്ട് സാവേർട്ട്സ് ലോ നേരിട്ട് അപ്ലൈ ചെയ്യണം. ഇനി അത് മാത്രമല്ല, ശ്രദ്ധിച്ചേ, അത് എത്ര സെന്റിമീറ്റർ? 200 സെന്റിമീറ്റർ. എങ്ങോട്ടേക്കാ? നോർത്ത് ഈസ്റ്റ്. അപ്പൊ ഇതാണ് നോർത്ത്, ഇവിടെയാണ് ഈസ്റ്റ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ എക്സാറ്റ് 45 ഡിഗ്രിയിലാണ് വരിക. എക്സാറ്റ് 45 ഡിഗ്രിയിൽ 200
ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും മക്കളെ? ഏത് ഇക്വേഷനാ? ഡി ബി ഇസ് ഈക്വൽ ടു μ0 IDL sin 45 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ചെയ്ത് നോക്കേണ്ടത്. റെഡി? ഇവിടെ നമുക്കൊരു കാര്യം കൂടെ നോക്കാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. ഇങ്ങനെയാണ് വയറുള്ളത്, സൗത്ത് ടു നോർത്ത്, ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലാണ് എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പം ഡൗൺവേർഡ് ആണ് വരിക. വെർട്ടിക്കലി ഡൗൺവേർഡ് ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. വെർട്ടിക്കലി ഡൗൺവേർഡ് ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തേക്കാം. ബാക്കിയുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. വാല്യൂ വേണമെങ്കിൽ ഇതാ 4π × 10⁻⁻7 × I എന്ന് പറഞ്ഞാൽ 5 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. അപ്പം 10⁻² ആവും. sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അപ്പം ഇവിടെ 2 സ്ക്വയർ 4 ആവും. അപ്പം 4 പോവും, 4ഉം പോയി. ഇവിടെ ഒരു 4π വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നോട്. μ0/4π ഓക്കെ, 4π ഉണ്ട്. അപ്പം 4π അങ്ങ് പോയി. പിന്നെ പ്രശ്നമല്ല, ഇപ്പം 4 ഇവിടെ ഉണ്ടാവും. അപ്പം എന്തൊക്കെ വരും നോക്കിക്കേ. 5/4ഉം വരും, 1/√2ഉം വരും. ബാക്കി പവേഴ്സ് ആണ്. എനിവേ നിങ്ങൾക്ക് ആൻസർ ഇതിൽ ഏതോ ഒന്നാണ് എന്ന് വെച്ചാൽ ആൻസർ 8.8 വരുമോ 4.4 വരുമോ എന്ന് നോക്കിയാൽ മതി. കാരണം പവർ രണ്ടിനും സെയിം. അതുകൊണ്ട് പവറിൽ നമ്മൾ കളിക്കുന്നില്ല. നമ്മൾ 8.8 വരാൻ സാധ്യതയുണ്ടോ, ഇത് 4.4 വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് 1/√2ന്റെ വാല്യൂ എത്രയോ ഒന്ന് പറ. 1/√2ന്റെ വാല്യൂ ഒന്ന് പറഞ്ഞ്. 1/√2 ഒന്ന് പറഞ്ഞതാ. 1/√2 1/√2ന്റെ വാല്യൂ 0.7 ആണ്. നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നില്ലേ RMS വാല്യൂ ഒക്കെ. അപ്പം അവിടെ നമ്മൾ V0/√2. അപ്പം 1/√2 നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 0.707 എടുത്താൽ മതി. 0.7 എടുത്തു. സോ 0.7 × 5/4 അല്ലേ വരിക. അപ്പം എന്തായാലും ഇത് 7×5 35, 3.5/4 വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തായാലും ഇത് 35/4 ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 35/4 ചെയ്യുമ്പോൾ 8 4 തന്നെ 32 അല്ലേ. അപ്പോൾ എന്തായാലും 8നേക്കാൾ മുകളിലായിരിക്കേണ്ട ആൻസർ ഇതാ, ഓപ്ഷൻ 1. സ്ലൈഡ് കിട്ടും. ഓ യെസ് സ്ലൈഡൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, 8.8 × 10⁻10 ആണിത്. സോ ആൻസർ ഈസ് ദിസ് വൺ. അപ്പം നമ്മൾ ഒരു കാര്യം മക്കളെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓപ്ഷനിൽ നിന്നും ആൻസർ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പം ഡയറക്ഷൻ മാത്രം നോക്കിയാൽ കിട്ടും, നേരത്തെ ചെയ്തതുപോലെ. ഓക്കെ, ചിലതിൽ നമ്മൾ ഡയറക്ഷനും നോക്കേണ്ടി വരും, മാഗ്നിറ്റ്യൂഡും നോക്കേണ്ടി വരും. ഇവിടെ പവർ സെയിം ആയതുകൊണ്ട് ഈ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, റെഡി? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ ഇനി അടുത്ത മറ്റൊരു ഭാഗത്തേക്ക്. അപ്പം ബയോട്ട് സാവേർട്സ് ലോന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിന്റെ ലാസ്റ്റിലേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റ് ശ്രദ്ധിച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് വേരിയസ് റെഗുലർ പോളിഗൺ. നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു സ്ക്വയർ തന്നു നിങ്ങൾക്ക്. ഈ സ്ക്വയറിലൂടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണ്. കണ്ടോ, I എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരു കറണ്ട് ഇതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്ററിൽ, ഇതിൻ്റെ സൈഡ് ആണെങ്കിൽ A ആണ്, എക്സാക്റ്റ് ആയിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സാക്റ്റ് കണ്ടുപിടിക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ ആദ്യം ഇതൊരു കണ്ടക്ടറായിട്ട് എടുത്തിട്ട് അതിനിതാ ബയോട്ട് സാവേർട്സ് ലോ ഇങ്ങനെ ചെയ്തിട്ട് ഈ ആംഗിൾ വേണം, ഈ ആംഗിൾ വേണം, എന്നിട്ട് ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണണം, അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഇതുണ്ടാക്കുന്നത് വേണം, എന്നിട്ട് ഡയറക്ഷൻ നോക്കണം. ഇത് വേണം, ഡയറക്ഷൻ നോക്കണം. ഇത് വേണം എന്ന് വെച്ചാൽ ഈ 4 എണ്ണവും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ μ0 I/4πr × sin φ1 + sin φ2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത്രയും വെച്ച് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് റെഗുലർ പോളിഗൺ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, B is equal to μ0 ni/πa into μ0 ni/πa into tan π/n into sin π/n. യെസ്, എവിടുന്നാ കിട്ടുക അല്ലേ? യെസ്,
അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ബി ഈക്വൽ ടു μ0ni/πa ഇൻറ്റു ടാൻ പൈ ബൈ എൻ ഇൻറ്റു സൈൻ പൈ ബൈ എൻ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള റെഗുലർ പോളിഗൺ തന്നു കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് n ഈസ് ഫോർ നമ്പർ ഓഫ് സൈഡ്സ്. ഇതെന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്, നമ്പർ ഓഫ് സൈഡ്സ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കിക്കേ എന്തൊക്കെയാ വരിക. ബി ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 4 സൈഡാണ് സ്ക്വയറിന്, i ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഒരു സൈഡ് എ ആണ്, ടാൻ പൈ ബൈ 4 ഇൻറ്റു സൈൻ പൈ ബൈ 4. ഇനി ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്താലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണോ നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ആൻസർ കിട്ടും. ഇതാ μ0 4i ഡിവൈഡഡ് ബൈ പൈ എ ഇൻറ്റു ടാൻ പൈ ബൈ 4 എത്രയാ? 1 ഇൻറ്റു സൈൻ പൈ ബൈ 4 എത്രയാ? 1/√2. ഇതിനിതാ ഇനിയിപ്പം വേണമെങ്കിൽ നമുക്കിതാ ഇവിടെ 4 ഉണ്ട്, ഇവിടെ √2 ഉണ്ട്. 4ന് എനിക്ക് 2 × 2 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 2/√2 എന്ന് പറയുമ്പോൾ അത് √2 ആവും ബാക്കി. അപ്പോൾ 2√2 μ0i/πa ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പൊ കണ്ടോ, നമുക്ക് വളരെ വളരെ അതായത് 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മളൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിൽ ഏതിൻ്റെതാണ് നമ്മൾ ചെയ്തത്? പറഞ്ഞേ, ഏതാ നമ്മൾ ചെയ്തത്? വേഗം പറഞ്ഞോളൂ. നമ്മൾ പറഞ്ഞത് സ്ക്വയറിൻ്റെ. റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു നോക്കാൻ 2 എണ്ണം തരുന്നു. ഒന്ന് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, ഒന്ന് റെഗുലർ ഹെക്സഗൺ. എന്തേ ചെയ്യേണ്ടുള്ളൂ? ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ ഒന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയേ. μ0ni/πa ഇൻറ്റു ടാൻ പൈ ബൈ എൻ ഇൻറ്റു സൈൻ പൈ ബൈ എൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ n-ന് 3 കൊടുത്തിട്ട് ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിന് ഹെക്സഗൺ ആണ്, അപ്പൊ n-ന് 6 കൊടുത്തിട്ടും ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ആൻസർ എത്രയാ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. റെഡി? ഓക്കെ ആണല്ലോ? യെസ്. നോക്കിക്കോളൂ, ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എ വയർ ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എ carries a current of I. The magnetic induction at the center of the square wire is magnetic permeability μ0 ആണ്. നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതായിരുന്നു 2√2 μ0i/πa ആയിരുന്നു ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. The magnetic field at the center of coil of n turns bent in the form of a square of side 2l carrying a current I. വീണ്ടും സെയിം കൺസെപ്റ്റ് തന്നെ, പക്ഷെ ശ്രദ്ധിക്കണം. B equal to μ0ni/πa ഇൻറ്റു സൈൻ പൈ ബൈ എൻ ഇൻറ്റു ടാൻ പൈ ബൈ എൻ. ഏത് വേണമെങ്കിലും ആദ്യം എഴുതാലോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഞാൻ ഇനി വാല്യൂ കൊടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ, μ0 ആരാണ്? സ്ക്വയർ ആണ്. അപ്പൊ എത്ര വരും? 4. കറണ്ട്. ഇവിടെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കോയിൽ ഓഫ് എത്ര ടേൺ ഉണ്ട്? n ടേൺ. നമ്മൾ ഉണ്ടാക്കിയ സ്ക്വയർ ലൂപ്പിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പൊ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ n ടേൺസിലൂടെയും കറണ്ട് പോകുമല്ലോ. അപ്പൊ ടോട്ടൽ കറണ്ട് ശരിക്കും ni ഉണ്ടാവും. So total current is ni, okay, divided by pi into a. A എന്ന് പറയുമ്പോൾ ഇവിടെ 2l ആണ്. So 2l into tan pi by n. അപ്പം sin pi by n. അപ്പോൾ sin pi by 4 into tan pi by 4. ഇനി നോക്കിക്കോ, ഇതിനെ നമുക്കറിയാം sin pi by 4 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പം 1/√2. അപ്പം μ0 ഇൻറ്റു ഇത് ഇവിടെ ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 വന്നിട്ടുണ്ടാവും. 2ni/π ഇൻറ്റു എൽ ഇൻറ്റു ഇത് 1/√2. അപ്പം 2/√2 എന്ന് പറയുമ്പോൾ √2 ബാലൻസ് ഉണ്ടാവും. സോ √2 μ0 ni/π l. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്.
√2 μ0 ni by pi l. Yes, the option 1. Ready? Okay ആണോ? Okay ആണോ? Okay ആണോ എന്ന് പറഞ്ഞേ? Okay അല്ലേ? Yes. അടുത്ത നോക്കിക്കോളേ. Yes. A current carrying wire is in the form of square loop of side length 10 cm. വീണ്ടും സ്ക്വയർ തന്നെയാണ് തന്നത്. ലെങ്ത് L 10 ആണ്. കറണ്ട് 5. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ. ഇത് എയിംസ് 2016 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തൊക്കെയാ? നമുക്ക് എന്താ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. നേരത്തെ നമ്മൾ ഇക്വേഷൻ അങ്ങ് എടുത്താൽ മതി. 2√2 μ0 I by pi a അങ്ങ് എടുത്താൽ മതി. ഇതായിരുന്നു നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിന്റെ സാധാരണ എ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഇക്വേഷൻ ഇതാണ്. ഇതിലിങ്ങ് നേരിട്ട് കൊടുത്തു നോക്കിയാൽ മതി. അപ്പം 2 × √2 × μ0 × I എത്രയാ? 5 by pi × 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 × 10⁻². നമ്മുടെ ആൻസറിലൊന്നും പൈ ഇല്ല എന്ന് വെച്ചാൽ μ0 മാറ്റണം എന്നർത്ഥം. അപ്പം 2√2 × 4π × 10⁻⁷ × 5 by pi × എത്ര? 10 × 10⁻² എന്ന് പറഞ്ഞാൽ 10⁻1. പൈ ക്യാൻസൽഡ് അല്ലേ? ഇവിടെ 5 2 10. അപ്പൊ എന്തായാലും ബാക്കി 4√2 എന്തായാലും ആൻസറിലുണ്ട്. 4√2 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ആൻസർ ഈസ് ദിസ്. ഓക്കെ, റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ട്രയാങ്കുലർ കോയിൽ, യെസ്, ട്രയാങ്കുലർ, ഹാവിംഗ് ഈക്വൽ സൈഡ്സ് 4 meter carries a current of 2 ampere. Then the magnetic field at the centroid of the triangle. ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാം? μ0 × n × I. ഞാൻ ഇക്വേഷൻ അങ്ങ് എഴുതുന്നില്ല. μ0 ni, ട്രയാങ്കിൾ ആണ്, 3 സൈഡ്. I എത്ര? I is 2 μ0 ni by pi × a. a എന്ന് പറഞ്ഞാൽ എത്രയാ സൈഡ് നോക്കിക്കേ? 4 മീറ്റർ തന്നെയാ പറഞ്ഞത്. അപ്പം 4 തന്നെ കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇൻറ്റു sin pi by n, sin pi by 3 ഇൻറ്റു tan pi by 3. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. എത്രയൊക്കെ വരും എന്നറിയോ? ഇത് ഇവിടെ 2 ആയിട്ട് മാറി. ഇവിടെ ഇത് 3 × μ0 3 × μ0 by 2π എന്നുണ്ടാവും. ഏത് വാല്യൂ? ഇവിടെ sin pi by 3 എന്ന് പറഞ്ഞാൽ sin 60 എത്രയാ? √3/2 ഇൻറ്റു tan pi by 3, tan 60 എന്ന് പറഞ്ഞാൽ √3. ബാക്കി ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതായത് വേണമെങ്കിൽ ഇതാ ഞാൻ ഇതിപ്പം 3, ഇതിപ്പം √3 × √3 3 ആയേ. √3 × √3 3 ആയി. 3 × 3 9 ആയി. ഇനി μ0ന്റെ വാല്യൂയിൽ ഒരു 4π ഉണ്ട്. 2π × 2ലും 4π ഉണ്ട്. അപ്പൊ അതങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസറിൽ 9 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാ. സോ 9 × 10⁻⁷. യെസ്, ഓപ്ഷൻ 4. കറക്റ്റ് അക്ഷയ്. റെഡി? ദെൻ അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഇതുവരെ നമ്മൾ എടുത്തതൊക്കെ കൂടുതലും എന്തായിരുന്നു? സ്ട്രെയിറ്റ് വയേഴ്സും അങ്ങനെയുള്ള ഷേപ്പുകളാണ്. ഇനി ഒരു കോയിലിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരു കോയിലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ. μ0 I by 2 × a ആണ്. And if there are n number of turns, then μ0 ni by 2a, where a is the radius. a എന്തായിട്ട് എടുത്തിരിക്കുന്നത്? റേഡിയസ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുക μ0 I by 2 r എന്നായിരിക്കും. r is the radius. ഞാനിവിടെ a ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇത് കണ്ടോ? ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് കാണിച്ചത്. അതായത് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ലൂപ്പിലൂടെ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? പുറത്തോട്ടായിരിക്കും. വിച്ച് മീൻസ് ദിസ് വിൽ ആക്ട് ആസ് നോർത്ത് പോൾ. അതേസമയം നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒരു സർക്കുലർ കോയിലൂടെയുള്ള കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? ഉള്ളിലോട്ട്, എന്ന് വെച്ചാൽ സൗത്ത് പോൾ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് anti-clockwise current always produces outward field and clockwise current produce. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് നോക്കുമ്പോൾ നേരെ തിരിഞ്ഞിട്ട് തോന്നും നമുക്ക്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നിങ്ങൾക്ക് മറ്റൊരു കേസ് തന്നെയാണ്. What is the magnetic field at the center of the current carrying semi-circular coil?
ഒരു കംപ്ലീറ്റ് സർക്കുലാർ കോയിൽ ആയപ്പോൾ ഇതിൻ്റെ റേഡിയസ് എ ആയപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാവർക്കും അറിയാം μ0 ഇൻറ്റു n ഇൻറ്റു I/2a ആയിരുന്നു ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, n എടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനെ നിങ്ങൾ പകുതിയാക്കി. ഇതിനെ പകുതിയാക്കിയാൽ ശരിക്കും അതിൻ്റെ അർത്ഥം n-ന്റെ വാല്യൂ പകുതിയായി പോയി എന്നല്ലേ? എന്ന് വെച്ചാൽ ഫോർ ദിസ് b ഈക്വൽ ടു μ0 I/4a ആയിരിക്കും. എങ്ങനെ കിട്ടി? ഇതിൻ്റെ പകുതി എടുത്തു. μ0 I/2a പകുതി, കംപ്ലീറ്റ് സർക്കുലാർ ലൂപ്പിൻ്റെ പകുതി ആയിരിക്കും നമ്മുടെ സെമി സർക്കുലാർ ലൂപ്പിൻ്റെത്. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? μ0 I/4a ആണ് നമ്മുടെ ആൻസർ ഉണ്ടാവുക. അപ്പം സർക്കുലാർ കോയിൽ, സെമി സർക്കുലാർ കോയിൽ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പകുതി വന്നാലോ? സെമി സർക്കുലാറിൻ്റെ പകുതി 1/4, 1/4 പോർഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, b ഈക്വൽ ടു μ0 I/8a ആയിരിക്കും ഉണ്ടാവും. μ0 കാരണം എന്താ? സെമി സർക്കിൾ /4a ആണ്, അതിൻ്റെയും പകുതിയാണ് വരിക. മനസ്സിലായില്ലേ? സെമി സർക്കിൾ μ0 I/4a ആണ്, അതിൻ്റെയും പകുതി /8a വരും. റെഡി? ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും റെഡി അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്? നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഇതാ ഇങ്ങനൊരു കേസ് തന്നു. ഇത് സെമി സർക്കുലർ ആർക്കല്ല, 1/4 ഓഫ് എൻ ആർക്കല്ല. ദിസ് ഈസ് എൻ ആർക്ക് ലെങ്ത്, ഒരു പർട്ടിക്കുലർ ആർക്ക് ലെങ്ത്. സോറി. എന്നിട്ട് അത് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു? ആൽഫ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ ആണ് μ0 I/4πa. ഒരു സെമി സർക്കുലാർ അല്ല, ഒരു ആർക്ക് ലെങ്ത്, അത് ഏതുമായിക്കോട്ടെ. ആ ആർക്ക് ലെങ്ത് സെന്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ ആ കറണ്ട് ക്യാരിയിങ് ആർക്ക് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് μ0 I/4πa. ഇവിടെ നിന്നും നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നിന്നും ഞാൻ ഇതാ 1/4 ഓഫ് എൻ ആർക്ക് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. 1/4 ഓഫ് എൻ ആർക്ക്. അപ്പൊ 1/4 ഓഫ് എൻ ആർക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി എന്ന് വെച്ചാൽ π/2. സോ ഈ ഇക്വേഷനിൽ, നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷനിൽ μ0 I ഇൻറ്റു ആൽഫേൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? π/2 ഡിവൈഡഡ് ബൈ ബാക്കി ഇവിടെ എന്തൊക്കെയുള്ളത്? 4πa ആയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് വരിക μ0 I/4 ഇൻറ്റു 2 8a അല്ലേ? ഇതല്ലായിരുന്നോ നമ്മൾ 1/4 ഓഫ് എൻ ആർക്ക് വന്നു കഴിഞ്ഞാൽ, ക്വാർട്ടർ ഓഫ് എൻ ആർക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ? അപ്പോൾ നമുക്ക് ഇത് ജനറൽ ആയിട്ട് പഠിച്ചിട്ട് ഏതിലും നമുക്ക് ഉപയോഗിച്ചൂടെ? ഫോർ എക്സാമ്പിൾ സെമി സർക്കുലാർ ആർക്ക് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയായിട്ട് മാറും? π. അപ്പൊ ഇവിടെ π കൊടുത്താൽ പൈയും ക്യാൻസൽ ചെയ്ത് μ0 I/4a ആയില്ലേ? ഇനി കംപ്ലീറ്റ് സർക്കുലാർ ആർക്ക് ആയിക്കോട്ടെ, ഒരു സർക്കുലാർ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2π ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 2π 4π കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഇത് 2a ആവില്ലേ? സോ ഈ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെച്ചൂടെ എല്ലാവർക്കും? സോ ഈ ഇക്വേഷൻ എല്ലാവരും ജനറൽ ആയിട്ട് പഠിച്ചു വെച്ചൂടെ? റെഡി? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ നോക്കിക്കൊള്ളേ, ഇതാ ഒരു സർക്കുലാർ കോയിൽ, ആ സർക്കുലാർ കോയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ ആക്സിസിലുള്ള ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇക്വേഷൻ എങ്ങനെയാണ്? μ0, ഇതിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, ഇതിൻ്റെ റേഡിയസ് a ആണെങ്കിൽ a² ബൈ 2 ഇൻറ്റു a² പ്ലസ് ഇത് എത്ര ഡിസ്റ്റൻസിലാ? x² ഓൾ റേസ് ടു 3/2. പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഫോർമുല. സോ ഇതിൽ കുറേ ചെറിയ ഇക്വേഷൻസ് ഉണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ b ഈക്വൽ ടു μ0 ni a²/2 ഇൻറ്റു a² പ്ലസ് r² x² ഓൾ റേസ് ടു 3/2. ഈ ഇക്വേഷൻ അറിയാത്ത ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തും കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാ പറയുന്നത്?
Magnetic field due to 0.1 ampere current flowing through a circular coil of radius 0.1 meter and 1000 turns at the center of the coil. അപ്പോൾ ഒരു സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഇക്വേഷൻ വരണം, μ0 ni. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ n എടുത്തത്? ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഒന്ന് നോക്കിക്കേ, പൈ ഒന്നുമില്ല, അതുകൊണ്ട് പൈയിലേക്ക് മാറ്റണം. സോ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 10⁻3, കറണ്ട് എന്ന് പറയുമ്പോൾ 0.1 ആംപിയർ എന്ന് വെച്ചാൽ 10⁻⁻1 ആംപിയർ, 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻1 മീറ്റർ. സോ ഇത് ക്യാൻസൽഡ്, ഇവിടെ ഇത് ക്യാൻസൽഡ്. 2π എന്ന് പറഞ്ഞാൽ 6.28, 6.28 ഉള്ള ഒരേ ഒരു ഓപ്ഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ബാക്കി ചെയ്തു നോക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞേ, ബാക്കി ചെയ്തു നോക്കണോ? വേണ്ട. അടുത്തത്, an arc of a circle of radius capital R subtended an angle of π/2 at the center and it carries a current I, the magnetic field at the center. ശരിക്കും π/2 ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് എൻ ആർക്ക് അല്ലേ? നേരത്തെ പറഞ്ഞു തോർക്കുന്നോ? ഒരു ആർക്ക് π/2 ആംഗിൾ ആണ് സബ്റ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ an arc of a circle of radius r subtended an angle of π/2 at the center, it carries a current I, then the magnetic field at the center will be എത്രയായിരുന്നു? μ0 I/8r. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, the ratio of the magnetic field at the center of a current carrying coil of radius a and at a distance a from the center of the coil and perpendicular to the axis. എന്താ ക്വസ്റ്റ്യൻ? ഒരു കോയിൽ, ഈ കോയിലിന്റെ റേഡിയസ് a, കോയിലിന്റെ സെന്ററിൽ നിന്നും a ഡിസ്റ്റൻസിൽ റേഷ്യോ കാണണം. ഏതൊക്കെ? സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് സെന്റർ. ബി അറ്റ് സെന്റർ എത്രയാ? μ0 I/2a. ബി അലോങ് ദി ആക്സിസ് μ0, ഇവിടെ ഒരു ടേൺ ഉള്ളൂ, ടേണിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ μ0 I/a² 2 ഇൻറ്റു a² പ്ലസ് x² ഓൾ റേസ് ടു 3/2. ഞാൻ എക്സിന്റെ സ്ഥാനത്ത് എ തന്നെ കൊടുത്തു, കാരണം ഇതാ എക്സ് എ ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്തായിട്ട് മാറുക? μ0 I/a² ഡിവൈഡ് ബൈ 2 ഇൻറ്റു a² പ്ലസ് a² എന്ന് പറഞ്ഞാൽ 2a². അപ്പൊ 2a² റേസ് ടു 3/2. സോ μ0 I/a² ബൈ 2 ഇൻറ്റു ഇവിടെ 2 റേസ് ടു 3/2 എന്ന് വരും. 2 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബിന്റെ സ്ക്വയർ റൂട്ട്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, 8ന്റെ സ്ക്വയർ റൂട്ട്, 8ന്റെ സ്ക്വയർ റൂട്ട്. ഇപ്പൊ 8ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 2√2. സോ 2√2 ഇൻറ്റു a²ന്റെ a² ഓൾ റേസ് ടു 3/2. അപ്പൊ a² ഓൾ റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? a³ ആയിട്ട് മാറും. a² ഓൾ റേസ് ടു 3/2. അപ്പൊ ഇവിടുന്ന് ഇതാ ഇതും ഇതും പോയി. ബാക്കി എന്തൊക്കെയുണ്ട് നോക്കാം. ഇവിടെ μ0 I ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4√2a. അപ്പൊ ഇതാണ് ബി അലോങ് ആക്സിസ്. അപ്പൊ ബി ആക്സിസും കിട്ടി, ബി സെന്ററും കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞ? റേഷ്യോ ഓഫ് ദീസ് ടു. അപ്പൊ ഇത് രണ്ടും കൂടെ റേഷ്യോ കാണുമ്പോൾ എന്തായാലും ബി അറ്റ് സെന്റർ ഡിവൈഡ് ബൈ ബി അലോങ് ആക്സിസ് കാണുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ μ0 പോയി, കറണ്ട് പോയി, എ പോയി. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? 1/2 ബൈ ഇതാണുള്ളത്. അപ്പൊ ഇത് മുകളിലോട്ട് പോകും, 4√2. സോ ഇത് ഇവിടെ ക്യാൻസൽ. സോ 2√2. സോ ആൻസർ ഈസ് 2√2. റെഡി? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, 2 concentric circular coil of 10 turns. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 2 concentric circular coil of 10 turns each are situated in the same plane. Their radii are one 20, another one 40, and then they carry a current of 0.2 and 0.3 in opposite direction. What is the magnetic field in Weber per meter square at the center?
അപ്പോൾ എന്താ പറയുന്നത്? കോൺസെൻട്രിക് സർക്കുലർ കോയിൽ. കോൺസെൻട്രിക് സർക്കുലർ കോയിൽ എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ ഉണ്ടാവും, സെയിം സെന്റർ. ഒന്നാമത്തതിൻ്റെ റേഡിയസ് 20 സെന്റിമീറ്റർ, രണ്ടാമത്തേൻ്റെ റേഡിയസ് 40 സെന്റിമീറ്റർ. ഒന്നാമത്തേലൂടെയും രണ്ടാമത്തിലൂടെയും പോകുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് സെൻസ് ആണ് പറയുന്നത്. എനിവേ ഇവിടെ ആൻസറിൽ ഡയറക്ഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നും എടുക്കുക. ഇത് ഇതിലൂടെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചേക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഒന്നാമത്തെ കോയിലൂടെയുള്ള കറണ്ട് 0.2, രണ്ടാമത്തെ കോയിലൂടെയുള്ള കറണ്ട് 0.3. നിങ്ങളോട് രണ്ടിലും എത്ര ടേൺസ് ഉണ്ട്? നമ്പർ ഓഫ് ടേൺസ് 10 ഉണ്ട്. നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് ടോട്ടൽ. അപ്പൊ നോക്കിക്കോളൂ, ആദ്യം ഈ ചെറുതുണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാം. ചെറുതുണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടേക്കാ? പുറത്തേക്ക്. ചെറുതുണ്ടാക്കുന്ന ഫീൽഡ് പുറത്തേക്ക്. വലുതുണ്ടാക്കുന്ന ഫീൽഡ് ഉള്ളിലോട്ട്. അപ്പൊ ചെറുതുണ്ടാക്കുന്നതും വലുതുണ്ടാക്കുന്നതും കണ്ടിട്ട് മൈനസ് ചെയ്യണം. റെഡി? അപ്പൊ ആദ്യം നമുക്ക് ചെറുതിൻ്റെത് കാണാം. B1 μ0 4 pi × 10⁻⁻⁻. വേണ്ട, μ0 തന്നെ എടുത്താൽ മതി. കാരണം നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ എല്ലാ സ്ഥലത്തും μ0 ഉണ്ട്. അപ്പൊ μ0 മാറ്റണ്ട. μ0 ni എന്ന് പറയുമ്പോൾ 10 × I എത്രയാ? 0.2 μ0 ni/2a. 2a എന്ന് പറയുമ്പോൾ 2 × 20 40 × 10⁻². അപ്പൊ ഈ വാല്യൂ എത്ര ഉണ്ടാവും നോക്കിയാൽ നിങ്ങൾ. ഇവിടെ നിന്നും ഇതിപ്പം ഇവിടെ ഇത് 2 ആവും. ഇത് രണ്ടും കൂടെ 2 ആവും. 0.2 × 10 എത്രയാവും? 2 ആവും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ കണ്ടോ, 0.2 × 10 2 ആയിട്ട് 2/40 എത്രയാവും? ഇവിടെ 20 ഉണ്ടാവും. അപ്പൊ 20യിലുള്ള ഒരു 10 ഇങ്ങോട്ട് പോയി. അപ്പൊ 2 × 10⁻⁻1 ആയി. അപ്പൊ അത് മേലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിനെ. μ0/20 × 10. ഒരു മിനിറ്റ്, നമുക്കിങ്ങനെ എഴുതാം. ഇവിടെ ഇപ്പം എന്തൊക്കെ സംഭവിച്ചു? ഇതിപ്പം 2 μ0 ആയി, ഡിവൈഡ് ബൈ ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 40 × 10⁻². അപ്പോൾ ഇതിന് ഇവിടെ 20 ആയി. അപ്പോൾ എന്ത് വന്നു? ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിന് μ0/2 × 10⁻⁻1. ഇത് മേലേക്ക് പോയാൽ 10 ആയി. 10/2 5 μ0. അപ്പോൾ ഒന്നാമത്തേൻ്റെ വാല്യൂ എത്രയാ? 5 μ0. അതേപോലെ നിങ്ങൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? വേഗം പറഞ്ഞോ. അടുത്ത ആൻസർ കണ്ടുപിടിച്ചോ എല്ലാവരും. അടുത്ത എത്ര കണ്ടുപിടിക്കണം? B2 കണ്ടുപിടിക്കണം. B2 കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? μ0 × n × I എത്രയാ? 0.3 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? അടുത്തത് ഡിസ്റ്റൻസ് എത്രയാ? 40 2a അല്ലേ? 40 × 2 × 10⁻². അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ സംഭവിക്കും? മുകളിൽ 3 μ0 ഉണ്ടാവും. 3 μ0 ഡിവൈഡഡ് ബൈ ഇതാണെങ്കിൽ 8 × 10⁻⁻1 ആയി. അപ്പോൾ ഇത് മുകളിലോട്ട് പോയാൽ 30 ഡിവൈഡഡ് ബൈ 8 ടൈംസ് μ0 ഉണ്ടാവും. 30/8 എന്ന് പറഞ്ഞാൽ 15/4 എന്നാക്കാം. ഇത്രയും μ0 ഉണ്ടാവും. ഇനി ഇതിലേതാ വലുത്? 15/4 എന്ന് പറയുമ്പോൾ 4 3 ഇത് ചെറുതും അത് വലുതും അല്ലേ? അപ്പൊ 5 μ0 മൈനസ് 15/4 μ0 ചെയ്യേണ്ടി വരും നിങ്ങൾ. സോ ഇതാണ് നെറ്റ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 5 μ0 മൈനസ്. എന്തുകൊണ്ടാ? കാരണം ഒന്ന് പുറത്തോട്ടാകുമ്പോൾ മറ്റത് അകത്തോട്ടാണ്. 2 ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് 2 ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ കാണാൻ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. വലുത് ഏതാ? 5 μ0. ഇത് ചെയ്താൽ എത്ര ഉണ്ടാവും? 5 4 20. 20 15 പോയാൽ 5/4 μ0 എന്നുണ്ടാവും ആൻസർ ഇതാ ഓപ്ഷൻ 4. അപ്പൊ കണ്ടോ നിങ്ങൾ എങ്ങനെയൊക്കെ ആൻസർ വന്നേ എന്നുള്ളത്. റെഡി? അടുത്ത് ശ്രദ്ധിച്ചോളൂ. യെസ്, എ കറന്റ് I ampere flows in a circular arc of wire whose radius is r which is subtended an angle of 3π/2 radian. The magnetic induction. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ μ0 I alpha/4πa. സോ μ0 I × ആൽഫ എപ്പോഴും നമ്മൾ റേഡിയനിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. 3π/2/4πa വന്നു. സോ ഇവിടെ 3 ആണ്. ഇത് 3π/. അപ്പോൾ π ക്യാൻസൽഡ്. അപ്പോൾ 3/8 വന്നു. അപ്പോൾ 3/8 ഉള്ള ഓപ്ഷൻ ഇതാ ഇവിടെ, വേറെ എവിടെ ഇല്ലല്ലോ. സോ ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ ഓ ഇൻ ദ ഫിഗർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ കറണ്ട് വരുന്നുണ്ട്, ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഇതൊരു ചെറിയ കണ്ടക്ടറാണ്, ഇതൊരു കണ്ടക്ടറാണ്. ഈ രണ്ട് കണ്ടക്ടറും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കില്ല. വൈ? കാരണം ഈ രണ്ട് കണ്ടക്ടറും along the ആക്സിസിലാണ് ഈ പോയിന്റ്. അപ്പൊ ഇതിന്റെ രണ്ടിനെ നോക്കണ്ട. ഇനി ഈ ആൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊരു സെമി സർക്കിൾ അല്ല, ഈ ആൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? ഉള്ളിലോട്ടും, ഈ ആൾ ഉണ്ടാക്കുന്ന പുറത്തോട്ടും. അപ്പോൾ B1 എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ഉള്ളിലോട്ടും, B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടും. ആരുടെ മാഗ്നറ്റിക് ഫീൽഡാ വലുത്? ഒന്ന് പറഞ്ഞേ. R1 ഉണ്ടാക്കുന്നതാണ്, R2 ഉണ്ടാക്കുന്നതാണ്? റേഡിയസ് കുറഞ്ഞതല്ലേ, R1 ബൈ R1 അല്ലേ വരിക. ഇനി സെമി സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? μ0I ഡിവൈഡഡ് ബൈ 4A ആയിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കിതാ പെട്ടെന്ന് കഴിയും. B1 എന്ന് പറയുമ്പോൾ μ0I ബൈ 4R1ഉം B2 എന്ന് പറയുമ്പോൾ μ0I ബൈ 4R2മാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? μ0I ബൈ 4 ഉണ്ട്. അപ്പൊ μ0I ബൈ 4 ഉള്ള എല്ലാത്തിലും ഉണ്ട്. ഇനി 1 ബൈ R1 മൈനസ് 1 ബൈ R2. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ എത്രയാ വന്നത്? അപ്പം ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത നോക്കിക്കോളൂ. ഇതാ അതുപോലെ തന്നെ ഇൻ ദ ഫിഗർ ഷോൺ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ ഓഫ് ദി ആർക്ക് ഡ്യൂ ടു കറന്റ് ഇൻ ദ പോർഷൻ AB വിൽ ബി. അവിടെ ശ്രദ്ധിക്കണം, ഈ ഭാഗം കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് ആൻസർ 0. കാരണം എന്താ ആലോചിച്ചോ? along the axis ആണ്. ഇത് മാത്രം കാരണമാണ് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ O ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ എന്താ ഈ ക്രോസ് മാർക്ക്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻടു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ ആള് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ ആൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഇങ്ങോട്ടാ. കറണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഡയറക്ഷനാണ് ശരിക്കും? ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ ഇൻടു ആണ്. അപ്പൊ ഈ ആൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു. ഇനി വലിയ ആളത് നോക്കിക്കോ, അയാൾ ഉണ്ടാക്കുന്ന കറണ്ടും ക്ലോക്ക് വൈസാ, അപ്പം ഇൻടു. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ആഡ് ചെയ്യണം. അപ്പൊ ഈ ഓപ്ഷൻ വരില്ല, ഈ ഓപ്ഷൻ വരും, ഇത് വരില്ല. ഈ രണ്ട് ഓപ്ഷനും വരാൻ സാധ്യതയില്ല. കാരണം എന്താ? നമുക്ക് മനസ്സിലായി രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ആണ്. അപ്പൊ ഇതിൽ ഏത് വരും എന്നുള്ളത് കണ്ടുപിടിച്ചാൽ പോരെ. അതിനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒരു 3/4 അല്ലേ ഈ ആംഗിൾ ഉണ്ടാവുക? അപ്പൊ 3/4 അല്ല, 3/2, 3π/2. അപ്പൊ എന്ത് വരും? B1 വലുതിൻ്റെത് μ0I ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറയുമ്പോൾ 3π/2. കാരണം ഇതിൽ നിന്ന് 90 അങ്ങ് പോയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 4πA. റെഡി? രണ്ടാമത്തത് B2 ആണ്. B2 എന്ന് പറയുമ്പോൾ μ0I ഇൻറ്റു ഇത് 90. അപ്പം π/2 ഇൻറ്റു 4πB ആണ് ആ ആളുടെ റേഡിയസ്. അപ്പൊ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, പൈ പോയി, ഈ പൈയും പോയി. ഓക്കെ, ഇതിന് എനിക്ക് വേണമെങ്കിൽ μ0I ബൈ 8B എന്നും എഴുതാം. ഇതിനെയും എനിക്ക് 3μ0I ബൈ 8A എന്നും എഴുതാം. നോക്കിക്കോ, ഇതിനെ എനിക്ക് 3μ0I ബൈ 8A എന്ന് എഴുതാം. 3μ0I ബൈ 8A. ഇതിനെ എനിക്ക് μ0I ബൈ 8B എന്ന് എഴുതാം. രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഇതാ കണ്ടോ? ആൻസർ ഒറ്റയടിക്ക് വന്നു. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യനാ. ഒരു കോൺസെൻട്രിക് ഉണ്ടോ, A and B are two concentric circular conductors of center O and carrying a current I1 and I2 as shown in the figure. Ratio of the radii is 1:2. Ratio of radii is 1:2, and the ratio of the magnetic flux density at O is 1:3. അങ്ങനെയെങ്കിൽ കറണ്ടിന്റെ റേഷ്യോ കാണണം. ഒന്നുമില്ലതാ, ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. എന്താണ്? B ഈക്വൽ ടു μ0I1 ബൈ, കാരണം രണ്ടിലൂടെ കറണ്ട് വ്യത്യാസമാണ്, 2R1. രണ്ടാമത്തത് എഴുതുക B2ൻ്റെത് μ0, കറണ്ട് എത്രയാ? I2 ബൈ 2R2. ഇനി B1 ബൈ B2. അപ്പൊ നമുക്കിതാ B1 ബൈ B2 ചെയ്ത് കഴിഞ്ഞാൽ B1 ബൈ B2 is equal to, എന്തായാലും ഇതും പോവും. അപ്പൊ I1 ബൈ R1 ഇൻറ്റു I2 ബൈ R2 എന്നല്ലേ വരിക?
അല്ല I1 by R2 I1 by R1 ശ്രദ്ധിച്ചോ I1 by R1 by I2 by R2 എന്ന് വെച്ചാൽ R2 by I1. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം I1 by I2 into R2 by R1 is equal to B1 by B2. ഇനി വാല്യൂ കൊടുത്താൽ മാത്രം മതി. B1 by B2 എത്രയാണ് തന്നിട്ടുണ്ട് 1:3. സോ 1/3 ഈക്വൽ ടു I1 by I2 ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈ ഇൻറ്റു R2 by R1. ഇത് R1 by R2 ആണ്. അപ്പോൾ ഇത് 2/1 എന്നാവും. അപ്പോൾ നമുക്കിതാ I1 by I2 എന്ന് പറയുന്നത് I1 by ഇത് ഇങ്ങോട്ട് വരും. അപ്പം 1/3 1/6 ഓപ്ഷൻ ഇതാ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാ എ പാർട്ട് ഓഫ് എ ലോങ് വയർ ക്യാരിങ് എ കറന്റ് I is bent into a circle of radius R as shown in the figure. The net magnetic field at the center of the circular loop. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ ഇതാ ഇതിങ്ങനെ പോവാണ്. ഇതിങ്ങനെ കറണ്ടിനെ ഇങ്ങനെ സെൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ആൾ ഇതാ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ പുറത്തോട്ടാണ്. ഇത് പുറത്തോട്ട് ഇതും പുറത്തോട്ട്. അപ്പം ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് വരിക. എന്തായാലും ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതാ ആൻസർ വരിക. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ എന്തായാലും ഇത് വരില്ല. ഇത് വരാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം എന്താ അറിയോ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എന്തായാലും μ0I/2πr ഉണ്ട്. കോയിൽ സർക്കുലാർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ μ0I/2r അപ്പം എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു സിംഗിൾ ആൻസർ ആയി മാറില്ല. ഇനി ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് പുറത്തോട്ടും ഇതും പുറത്തോട്ടും. അപ്പം ആഡ് ചെയ്ത് വരണം. അപ്പം ആൻസർ ഇതേ വരുള്ളൂ. ഓക്കെ. അപ്പം ഇതൊക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ലോജിക്കും കൂടെ ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നേരത്തെ ചെയ്ത അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇത് പോകുന്നത്. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഉള്ളത് കാണണമെങ്കിൽ ഇതിനെ നിങ്ങൾ വീണ്ടും കണ്ടക്ടറായിട്ട് സ്ട്രെയിറ്റ് തന്നെ ഇടും. ഈ ഗ്യാപ്പ് പ്രശ്നമാവണ്ട. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് അപ്പം പുറത്തോട്ട് ഇവിടെയുള്ള കറണ്ട് അകത്തോട്ട്. അപ്പം എന്തായാലും മൈനസ് ചെയ്യണം. അപ്പം ഈ കേസിൽ മൈനസ് ആണ് വരിക. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് O? ഇതാ ഇവിടെ ഈ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എന്തായാലും ഈ ലൈൻ ഈ കണ്ടക്ടർ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതാ കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഇങ്ങോട്ടാകുമ്പോൾ പുറത്തോട്ട്. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും പുറത്തോട്ട് അഡീഷൻ ആണ് വരിക. ഇത് വരില്ല. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്. കാരണം എന്താ നോക്കിക്കോ. അതാ ഇങ്ങനെയാണുള്ളത് കണ്ടോ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാ പുറത്തോട്ട് ഇങ്ങനെയാണുള്ളത് പുറത്തോട്ട്. അതേസമയം ഇത് കണ്ടോ ഇതാ ഇതിങ്ങനെയാണ് കറണ്ട് പോകുന്നത്. ഇതും പുറത്തോട്ടാണ്. അപ്പോൾ സെമി സർക്കിൾ ഉണ്ടാക്കുന്നതും ഇതുണ്ടാകും. അപ്പോൾ സെമി സർക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ μ0 = μ0I/4r ആണ്. മറ്റേതാണെങ്കിൽ μ0I/2πr അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ നോക്ക്. μ0I/4r μ0I/4πr μ0I/ അപ്പോൾ അവിടെ ഇല്ല. അവിടെ ഓപ്ഷനിൽ നോക്കാം. ഇതിന്റെ ആൻസർ വരിക μ0I/4r ആണ് ഇതിന്റെ ആൻസർ വരിക. ഇതിന്റെ ആൻസർ വരിക μ0I/2πr അല്ല 4πr ആണ് വരിക. സോറി, കാരണം സെമി ഇൻഫിനൈറ്റ് ആണ്. യെസ് അത് ശ്രദ്ധിക്കണം. ഈ ആൻസർ μ0I/4πr ആണ് വരിക. അപ്പോൾ സെമി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ μ0I/4πr പ്ലസ് μ0I/4r. യെസ്, ആൻസർ ഇത് തന്നെ. ഞാൻ പറഞ്ഞ തന്നെയാണ് ആൻസർ വന്നത് കേട്ടോ. ഓക്കെ. യെസ് 0.
അടുത്ത നോക്കിക്കോ. എ സർക്കുലർ കോയിൽ carrying a certain current produces a magnetic field B0 at its center. The coil is now rewound so as to have 3 turns and the same current I is passed in the new magnetic field at the center. എന്തൊക്കെയാ? സർക്കുലർ കോയിൽ carrying a current produces a magnetic field B0. അപ്പോൾ B0 എന്ന് പറയുന്നത് mu0 I by okay coil അല്ലേ 2 radius. Coil is now rewound so as to have 3 turns. അപ്പോൾ 3 ടേൺ വന്നു കഴിഞ്ഞാൽ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 3 ടേൺ വന്നു. അപ്പം കറണ്ട് 3I ആയി ഡിവൈഡ് ബൈ 2 ഇൻറ്റു റേഡിയസ്. അതായത് ആദ്യത്തെ കോയിലിൻ്റെ റേഡിയസ് എ ആണ്. നമ്മൾ 3 ടേൺ ആക്കിയാൽ 3 ടേൺ ആക്കി കഴിഞ്ഞാൽ പുതിയ റേഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് വരിക? 2πa is equal to n into 2πa dash. അപ്പം എന്ത് വരും? ഇതും പോയി കഴിഞ്ഞാൽ എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ബൈ എൻ അല്ലേ? അപ്പം ഇവിടെ എന്താ വരിക? എ ബൈ എൻ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. അപ്പം എത്ര വരും? 9 ആയിരിക്കും. ശരിയല്ലേ? 9 അല്ലേ? 9 അല്ലേ? യെസ് കറക്റ്റ് അക്ഷയ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 similar coils of radius capital R and number of turns n are lying concentrically with their plane at right angles to each other. The current flowing in them are I and I root 3. Find the magnetic field induction at the center of the coil. എങ്ങനെയാണ്? സിമിലർ കോയിൽ ആണ്, റേഡിയസ് സെയിം, നമ്പർ ഓഫ് ടേൺസ് സെയിം. അത് എങ്ങനെയാണ് കിടക്കുന്നത്? ഒന്ന് ഇങ്ങനെയാണ് എങ്കിൽ മറ്റൊന്ന് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഉണ്ടാവുന്ന ഇതിൻ്റെ സെൻറ്റർ സെയിം ആയിട്ട്. അപ്പം ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ കിടക്കുന്നത് ഇതാ, ഞാൻ ഈ വൈറ്റിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഈ യെല്ലോയിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും. കാരണം കോയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് B1ഉം ഇത് B2ഉം ആണ് എങ്കിൽ റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ ആയിരിക്കും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവിടെ കോയിൽ ഐഡന്റിക്കൽ ആണ്, കറണ്ടിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ B1 ആദ്യം കണ്ടുപിടിക്കാം. B1 എന്ന് പറയുമ്പോൾ mu0 I by ഓക്കെ mu0 ni ഉണ്ട്, mu0 ni by 2a. റെഡി? 2aക്ക് പകരം 6. B2 ആണെങ്കിൽ mu0 ni by ni അല്ല I root 3 by radius 2r തന്നെ. ഇനി ഇതെന്ത് കാണണം നിങ്ങൾ? റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതിൽ ആരൊക്കെ കോമൺ ഉണ്ട്? mu0 ni by 2r, mu0 ni by 2r കോമൺ അല്ലേ? അപ്പോൾ എനിക്ക് ശരിക്കും mu0 ni by 2r സ്ക്വയറിനെ കോമൺ ആക്കി എടുത്താൽ ഇത് ശരിക്കും 1 + 3 എന്നായിട്ടല്ലേ മാറുക? കാരണം റൂട്ട് 3ൻ്റെ സ്ക്വയർ എത്രയാ? 3 ആണ്. അപ്പോൾ ഈ സാധനം മൊത്തം പുറത്തേക്ക് വന്നാൽ ഇത് mu0 ni by 2r ഇൻറ്റു റൂട്ട് ഓഫ് 4. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എന്തായിട്ട് മാറി? ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അത് ഓപ്ഷൻ ഉണ്ടല്ലോ 4. റെഡി? ഓക്കെ ആണോ? നോക്കിക്കേ. യെസ്, ഇതാ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കുകയാണ്. A battery is connected between 2 points A and B on the circumference of a uniform conducting ring of radius small r and resistance capital R. One of the arc AB subtended an angle theta and the center the value of the magnetic induction. Okay, ഇത് ഐഡിയ എത്രയേ ഉള്ളൂ. നിങ്ങൾക്കിതാ ഒരു കോയിൽ തന്നു. ഈ കോയിലിൻ്റെ ഈ ഒരു എൻഡിൽ നിന്നും ഈ ഒരു എൻഡിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ഒരു വയർ എടുത്തു, ഈ ഒരു എൻഡിൽ നിന്നും ഇങ്ങനെ ഒരു വയർ എടുത്തു. വേറെ ഇതിലേക്കൊരു കറണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്താൽ ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആയിട്ട് ആക്ട് ചെയ്യില്ല. കാരണം ഇതിലൂടെ കറണ്ട് ഇങ്ങനെയും പോകാൻ തുടങ്ങി, ഇതിലൂടെ കറണ്ട് ഇങ്ങനെയും പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് തീറ്റയാണ് എങ്കിൽ ഈ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിള് 2π - തീറ്റ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോഴുണ്ടാവുന്ന, അപ്പോൾ ഈ കറണ്ട് I1 ആയിട്ട് മാറുകയാണെങ്കിൽ ഈ കറണ്ട് I2 ആവുമല്ലോ. സോ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ എന്നാണ്. ഇനി ഇങ്ങനെ ഒരു കേസ് വന്നാൽ ആൻസർ വിൽ ബി ഓൾവേസ് 0 ഫോർ ഓൾ ദ വാല്യൂസ് ഓഫ് തീറ്റയാണ്. പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാനിപ്പം പ്രൂവ് ചെയ്ത് തരുന്നില്ല. പകരം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇവിടെ കറണ്ട്
കറണ്ട് I1ഉം I2ഉം മാറും. I1ഉം I2 എങ്ങനെയാണ് മാറുമെന്ന് വെച്ചാൽ I1ന്റെ വാല്യൂവും I2ന്റെ വാല്യൂവും ഇതിന്റെ ലെങ്ത്തിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് ലെങ്ത് കൂടിയതിൽ കൂടെ കുറഞ്ഞ കറണ്ടും ലെങ്ത് കുറഞ്ഞതിൽ കൂടെ കൂടുതൽ കറണ്ടും ഫ്ലോ ചെയ്യും. അപ്പൊ കറണ്ട് സ്പ്ലിറ്റ് ആവുകയും ആംഗിൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആവുകയും ചെയ്താൽ നിങ്ങൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണുമ്പോൾ ഒന്ന് പുറത്തോട്ടാണെങ്കിൽ മറ്റത് അകത്തോട്ടായിരിക്കും, രണ്ട് ഈക്വൽ ആയിട്ടാണ് വരിക. സോ ഇറ്റ് ഈസ് 0 ഫോർ ഓൾ വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. ഇതാ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ ഓ ഡ്യൂ ടു ദ അറേഞ്ച്മെന്റ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതൊരു സെമി സർക്കുലർ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു സെമി സർക്കുലർ ആണ്, ഇതൊരു സെമി ഇൻഫിനൈറ്റ് ആണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ μ0 I/4πr ആണെങ്കിൽ ഈ ആൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 I/. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇത് ഉണ്ടാക്കുന്ന ആള് ഇങ്ങനെയുള്ള ആളാണ്. ഇതാണ് കറണ്ട് ഇങ്ങനെയാ പോകുന്നത്. കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പുറത്തോട്ട്, ഇതും പുറത്തോട്ട് ആഡ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. അതാ മുകളിലുള്ള ആൻസർ. ഒന്നും ആലോചിക്കേണ്ട, ഇതാണ് ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. A current of 30 ampere is flowing in a conductor as shown in the figure. The magnetic induction O will be. ഇത് എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, ഇതൊന്നുമില്ല, ഈ ആംഗിൾ അല്ല നിങ്ങൾ എടുക്കേണ്ടത്, മുകളിലുള്ള ഈ ആംഗിൾ ആണ് എടുക്കേണ്ടത്. ഇത് 3π/2 ഉണ്ടാവും. കാരണം 2π മൈനസ് 2π-π/2 ആണ് വരിക. സോ 4π - π 3π/2 ആണ് വരിക. അപ്പോൾ ഈ 3π/2 വെച്ചിട്ട് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക എല്ലാവരും? μ0 I∝ ഓക്കെ 4π × A എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാ 2023 ക്വസ്റ്റ്യൻ. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ടക്ടറിന്റെ ഇതൊരു സെമി ഇൻഫിനൈറ്റ്, ഇതും ഒരു സെമി ഇൻഫിനൈറ്റ്, ഇതൊരു സെമി സർക്കിൾ. കണ്ടോ? അപ്പൊ രണ്ട് സെമി ഇൻഫിനൈറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ മക്കൾ നോക്കിക്കേ, ഇങ്ങോട്ടേക്കല്ലേ കറണ്ട് ഉള്ളത്. അപ്പൊ ഇങ്ങോട്ടേക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ടാണേ കറണ്ട് പോകുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് ആദ്യം നമ്മൾ നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് കണ്ടക്ടർ ഉള്ളത്, കറണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്. അപ്പൊ ഈ ആളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്, ഈ ആളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഉള്ളിലോട്ട്. അപ്പൊ ഈ ആളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഉള്ളിലോട്ട്. അതേസമയം ഈ ആളുണ്ടാക്കുന്നത് നോക്കിയേ, ഈ ആളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ടും ഒന്ന് പുറത്തോട്ടും. അപ്പോൾ ഈ ആളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാന്ന് പറഞ്ഞോ? ഈ ആളുണ്ടാക്കുന്നത് μ0 I/4πr. 4πr കാരണം ഏതാണത്? നമ്മുടെ സെമി ഇൻഫിനൈറ്റ് ആണ്. ഇൻറ്റു അങ്ങനത്തെ എത്ര ആളുണ്ട്? 2. അപ്പൊ ഇത് എങ്ങോട്ടേക്കാ? അകത്തോട്ട്. ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ആരതാ? സെമി സർക്കിൾ. എത്രയാ? μ0 I/4r. ഇതെങ്ങോട്ടേക്കാ? പുറത്തോട്ട്. ഇതിപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായി മാറൂലേ? μ0 2πr ആയിട്ട് മാറില്ലേ? μ0 I/2πr ആണോ വലുത്? μ0 I/4r ആണോ വലുത്? ഒന്ന് ആലോചിച്ചേക്കെ. 2π എന്ന് പറഞ്ഞാൽ 2 × 3 6 ആയില്ലേ? ഇത് /6 ആയി, ഇത് /4 ഉള്ളു. അപ്പൊ ഇത് തന്നെയല്ലേ വലുത്. അപ്പൊ എന്തായാലും ഔട്ട് സൈഡ് ആയിരിക്കണ്ടേ. സോ ഔട്ട് സൈഡിലേക്കുള്ളതാണ് വേണ്ടത് ആൻസർ. ഒരിക്കലും ഈ ആൻസർ വരില്ല, എന്തായാലും ഇത് വരില്ല. പോയിന്റഡ് ഇൻ ടു ദ പേജ്, അപ്പം പോയിന്റഡ് അവേ ഫ്രം ദ പേജ്. ഇതാണ്. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? μ0 I/2πr എന്ന് നമുക്ക് ആളെ എടുത്തു കഴിഞ്ഞാൽ 4rനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, μ0 I/4πr എടുത്താൽ 1 മൈനസ് അവിടെ നമുക്ക് 4 ഇല്ല. അപ്പൊ അതുകൊണ്ട് മുകളിൽ 2 കൊടുത്തിട്ട് 2/π ആക്കണം. സോ കണ്ടോ, ഇതാണ് ആൻസർ. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കളെ, ബയോട്ട് സാവേർട്സ് ലോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, 2022 ക്വസ്റ്റ്യൻ. ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഡ്യൂ ടു ആൻ ഇൻഫിനൈറ്റ് ലോങ് സ്ട്രെയിറ്റ് കറണ്ട് കാരിങ് കണ്ടക്ടർ സർക്കുലർ. കണ്ടോ, കറണ്ട് ചുറ്റുമാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. സോ സിമ്പിൾ. ഓക്കെ, ഇനി ഇതാ 2022 മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ ലൂപ്പ്
of radius 100 centimeter carrying current at a point 1 meter away from the center. ഏതാ കൺസെപ്റ്റ്? ഡയറക്റ്റ് ഫോർമുല അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? ഇത് ഏതാ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബി ഈക്വൽ ടു μ0 ni a square by 2 into a square plus x square all raised to 3/2. കണ്ടോ? അപ്പം മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല പഠിച്ചാൽ തന്നെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി നമ്മൾ അതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കണം എല്ലാവരും. അതുപോലെ തന്നെ ഇതാ 2022 മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇതും ഞാൻ പറഞ്ഞതാ കണ്ടോ. ബയോട്ട് സാവേർട്ട്സ് ലോ ഗിവ് us the expression for the magnetic field strength of an infinite cells current element. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇത് കറക്റ്റാ. പക്ഷേ ബയോട്ട് സാവേർട്ട്സ് ലോ ഇസ് അനലോഗസ് ടു കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. യെസ്, കാരണം മാഗ്നറ്റിസത്തിലെ ബയോട്ട് സാവേർട്ട്സ് ലോ ഇവിടെ കൂളംസ് ലോയിലാണ്, റെഡിയാണ്. ഓക്കെ, വൈൽ ദ ലേറ്റർ ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ വെക്റ്റർ. യെസ്, ഇത് തെറ്റാ. കാരണം എന്താ അറിയോ? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കെയിലാറും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ശരിയും ഇത് തെറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് ഇതാണ് ആൻസർ വരും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ആണ് ഇതാ. പിന്നെ ഒരു ഗ്രാഫ് നോക്കിക്കോളൂ. എ തിക്ക് കറണ്ട് ക്യാരിങ് കേബിൾ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ വയറാ. ഒരു പ്രാക്ടിക്കൽ വയറിൻ്റെ ഗ്രാഫ് എപ്പോഴും ഉണ്ടാവുക? ഒന്നും ആലോചിക്കേണ്ട, ഇതാണ് കണ്ടോ. 2021 അടുത്ത് നോക്കിയതാ വീണ്ടും 2019 ഇതാ. കാരണം എന്താ? സിലിണ്ട്രിക്കൽ കണ്ടക്ടറാ പറഞ്ഞത്. സിലിണ്ട്രിക്കൽ കണ്ടക്ടർ പ്രാക്ടിക്കൽ വയറാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ എന്ത് വിചാരിക്കരുത്, ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ചോദിക്കില്ല നീറ്റിന് എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടാം. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ചെയ്യാവുന്ന ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നീറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ എടുത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ബാക്കി ഇതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.